നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് അല്ലെ, മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ കുറച്ചായിട്ട് ക്ലാസ്സുകളുടെ ഇടയ്ക്ക് ഇത് കൊണ്ടുവരും. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട, നിങ്ങളൊരു നോട്ടായിട്ട് എഴുതി പോവുക. അപ്പം നമ്മുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ബുക്കിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പാണ്. അപ്പം നിങ്ങൾ ആവശ്യമുള്ള പോയിന്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനഃപ്പാഠമാക്കി എടുക്കുക എന്നതാണ് ഈ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ബുക്ക് കൊണ്ടുള്ള ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കാണും. ഇതിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പോലെ എഴുതി പോവുക. പിന്നെ PSC എന്താണ്, ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഒരു ഫാക്റ്റ്, ഇതെന്താണ് PSC ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഏത് ദിവസം വന്ന കറണ്ട് അഫയേഴ്സ് ആണ് അങ്ങനെയൊന്നും ചോദിക്കൂലല്ലോ. അപ്പം നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പർ എന്ന രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പഠിച്ച് പോവുകയാണ്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി നോട്ട് എഴുതി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഡയറക്ടറായ ആദ്യത്തെ വനിത. ഏതാണ്? ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആദ്യ വനിതയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. പറഞ്ഞു പഠിച്ചോ. ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറായ ആദ്യ വനിത. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ആദ്യത്തെ ഫാക്ട്. എന്താണ്? ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറായ ആദ്യ വനിത ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക. ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. ഓക്കെ, അടുത്ത എന്താണ്? ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ജാർഖണ്ഡ് ആണ്. ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ആരംഭിച്ച ഗോഡ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറായ ആദ്യ വനിത ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞത്? ഗോഡ പ്ലാന്റ്. എന്താണ്? നമ്മുടെ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്ലാന്റ് ആണ് ഗോഡ പ്ലാന്റ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് നമ്മുടെ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? ഇന്ത്യയിൽ നിന്ന് കടുവകളെ വാങ്ങുന്നതിന് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? കംബോഡിയ. അപ്പൊ കംബോഡിയയിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് കടുവകളെ വാങ്ങുന്നത്. അപ്പൊ 3 പോയിന്റ് പഠിച്ചോ. എന്തൊക്കെയാണ്? ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. അടുത്ത എന്താണ്? ഗോഡ പ്ലാന്റ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡില്. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യയിൽ നിന്ന് കടുവകളെ വാങ്ങുന്നതിന് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? കംബോഡിയ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താണ്? ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് എവിടെയാണ് ആരംഭിച്ചത്? ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് എവിടെയാണ്? മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ്. ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് എവിടെയാണ്? മുംബൈ. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ. ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈ അഭിലാഷ് ടോമിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ക്ലിയർ ആയല്ലോ. ഇത് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു പഠിച്ചാൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം. ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ആരാണ്? ആൻ കീസ്റ്റ് ബട്ട്ലർ. ഓക്കെ, പഠിച്ചല്ലോ. അടുത്ത ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കൊണ്ടുവന്ന എന്താണ്? ഗോഡ പ്ലാന്റ് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അടുത്ത ഇന്ത്യയിൽ നിന്ന് കടുവകളെ വാങ്ങുന്ന രാജ്യം ഏതാണ്? കംബോഡിയ. അടുത്ത എന്താണ്? ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പ് ആരംഭിച്ചത് മുംബൈയിലാണ്. അടുത്ത ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ട മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരനാരാണ്? അഭിലാഷ് ടോമിയാണ്. അപ്പൊ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം, അഭിലാഷ് ടോമിയുടെ ആ പായ്വഞ്ചിയുടെ പേരെന്താണ്? ബയാനത്ത്. എന്താണ്? ബയാനത്ത്. എന്താണ്? അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചിയുടെ പേരാണ് ബയാനത്ത്. ഓക്കെ, അടുത്ത എന്താണ്? 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹി ആണ്. 2023 ആഗോള ബുദ്ധമത ഉച്ചകോടി അതിന് വേദിയായ നഗരം ഏതാണ്?
ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? 2023 ഇ സ്കൂട്ടർ നിരോധിച്ചത് എവിടെയാണ്? പാരീസിലാണ്. 2023 ഇ സ്കൂട്ടർ നിരോധിച്ചത് എവിടെയാണ്? പാരീസിലാണ്. ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? ന്യൂഡൽഹി. 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. ഓക്കെ. അടുത്ത 2023 ഇ സ്കൂട്ടർ നിരോധിച്ചത് എവിടെയാണ്? നിരോധിച്ചത് പാരീസിലാണ്. ഓക്കെ. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഇയർ എൻഡർ ബുക്കാണ്. അതുകൊണ്ടാണ് ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് എത്തുക. നമുക്ക് ഈ ഒരു ബുക്കും കൂടെ നമ്മുടെ ഈ സീരീസിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ടൈം 100 റീഡൽ പോളിൽ 1ാം സ്ഥാനം നേടിയത് ഷാരൂഖ് ഖാനാണ്. ടൈം 100 റീഡർ പോളിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ഷാരൂഖ് ഖാനാണ്. അടുത്ത എന്താണ്? എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? അറ്റ്ലാന്റ. അപ്പൊ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ പഠിക്കാം. എന്താണ്? ആഗോള ബുദ്ധമത ഉച്ചകോടി 2023 വേദി എവിടെയാണെന്നാ പറഞ്ഞത്? എവിടെയാണ്? ന്യൂഡൽഹി. പഠിച്ചു വെച്ചോ. അടുത്ത എന്താണ്? ഇ സ്കൂട്ടർ 2023 ഇ സ്കൂട്ടർ നിരോധിച്ചത് എവിടെയാണ്? പാരീസിലാണ്. ഇനി ടൈം 100 റീഡർ പോളിൽ 1ാം സ്ഥാനം എത്തിയത് ആരാണ്? ഷാരൂഖ് ഖാനാണ്. അടുത്ത എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എവിടെയാണ്? അറ്റ്ലാന്റയാണ്. ഓക്കെ. അടുത്ത എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ 2013 വാട്ടർ കോൺഫറൻസിന്റെ വേദി. ഐക്യരാഷ്ട്രസഭയുടെ 2013 വാട്ടർ കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ന്യൂയോർക്കാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമുക്ക് 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? ന്യൂഡൽഹി. ഇപ്പം പഠിച്ചതാണ് ഐക്യരാഷ്ട്രസഭയുടെ 2013 വാട്ടർ കോൺഫറൻസിന്റെ വേദി ന്യൂയോർക്ക്. ഓക്കെ. അടുത്ത എന്താണ്? 2023 കിളിമഞ്ചാരോ കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജലി ശർമ്മയാണ്. ആരാണ്? അഞ്ജലി ശർമ്മ. 2023 എന്താണ്? കിളിമഞ്ചാരോ ആണ്. കിളിമഞ്ചാരോ എന്താണ് കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത അഞ്ജലി ശർമ്മയാണ്. ഓക്കെ. പഠിച്ചു വെച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി 2024 ജനുവരി 1 മുതൽ 4 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എന്താണ്? ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി 2024 ജനുവരി 1 മുതൽ 4 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 1947 രൂപം കൊണ്ട കമ്മീഷനിൽ ഇന്ത്യ അവസാനം അംഗമായത് 2004 എന്നാണ്. 2004 അംഗമായത്. 2024 ആയപ്പോൾ എന്താണ്? അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ അല്ലേ? ഇനി അടുത്ത 2022-23 വർഷത്തിൽ ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ടത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്? ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. അവിടെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാണ്? കിർസ്റ്റൻ ന്യൂഷെഫർ. ആരാണ്? ക്രിസ്റ്റൻ ന്യൂഷെഫർ. പറഞ്ഞു പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് നമ്മൾ പഠിച്ചത്? 2023 കിളിമഞ്ചാരോ കീഴടക്കിയ ഇന്ത്യൻ വനിത ആരാണ്? അഞ്ജലി ശർമ്മ. കിളിമഞ്ചാരോ അഞ്ജലി ശർമ്മ. ഓക്കെ. അടുത്ത ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് ഇന്ത്യയെ തെരഞ്ഞെടുത്തത് ഏത് വർഷം? 2024. അടുത്ത എന്താണ്? ഇന്ത്യ അതിൽ അവസാനം അംഗമായത് എന്നാണ്? 2004 അംഗമായത്. അടുത്ത 2022-23 വർഷത്തിലെ ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചിയിൽ 1ാം സ്ഥാനം ആർക്കാണ്? ക്രിസ്റ്റൻ ന്യൂഷെഫറിനാണ്. 2ാം സ്ഥാനം ആർക്കാണ്? 2ാം സ്ഥാനമാണ് നമ്മുടെ അഭിലാഷ് ടോമിക്ക്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇതൊന്ന് നോട്ടിലോട്ട് എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഈ വീഡിയോ ഒന്ന് പാസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയൊന്ന് റിവിഷൻ ചെയ്ത് എടുക്കുക. അടുത്ത എന്താണ്? സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടന്ന
രാജ്യമായിട്ടുള്ള സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്പറേഷൻ കാവേരി. എന്താണ്? ഓപ്പറേഷൻ കാവേരി. അപ്പൊ ഓപ്പറേഷൻ കാവേരിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. അപ്പൊ ഓപ്പറേഷൻ കാവേരി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ പൗരന്മാരെ സുഡാനിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ്. പിന്നെന്താ പറയാം? സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടന്ന രാജ്യം ഏതാണ്? സുഡാനാണ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സുഡാനിൽ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംഡോക്കിനെ, ആരാണ് സുഡാനിലെ പ്രധാനമന്ത്രി ആയിരുന്നത്? അബ്ദുള്ള ഹംഡോക്ക് ആണ്. ഈ അബ്ദുള്ള ഹംഡോക്കിന്റെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യവും അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ചേർന്ന് അധികാരം പിടിച്ചെടുത്തത് എന്നാണ് എന്ന് ചോദിക്കാം. എന്നാണ് 2021 ഒക്ടോബറിലാണ് കേട്ടോ. എന്നാണ് 2021 ഒക്ടോബറിലാണ്. അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക്. എന്താണ് ഓപ്പറേഷൻ കാവേരി? എന്താണ് ഓപ്പറേഷൻ കാവേരി? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ്? സുഡാനിൽ നടത്തിയ ഓപ്പറേഷൻ ആണ്. സുഡാനിൽ എന്തുകൊണ്ട് നടത്തി? സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ അവിടെ എന്താണ്? യുദ്ധം നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ആണ് എന്താണ്? ഓപ്പറേഷൻ കാവേരി. അപ്പൊ ഇവിടുത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അബ്ദുള്ള ഹംഡോക്ക് ആയിരുന്നു. ആരാണ്? അബ്ദുള്ള ഹംഡോക്ക് ആയിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി. അയാളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇവരെന്താണ്? അധികാരം പിടിച്ചെടുത്തത്. അവിടുത്തെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. എന്താണ്? റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അധികാരം പിടിച്ചെടുത്തത് എന്നായിരുന്നു? 2021 ഒക്ടോബറിലാണ്. പിന്നീട് അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ഇരു സേനകളും തമ്മിൽ എന്താണ്? തർക്കം ഉണ്ടായി. അങ്ങനെയാണ് എന്തിലോട്ട് എത്തിയത്? യുദ്ധത്തിലേക്ക് എത്തിയത്. അടുത്ത എന്താണ്? ഓപ്പറേഷൻ കാവേരിയിൽ പങ്കാളിത്തം വഹിച്ച ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയാണ്? INS സുമേധ, INS തേജ്. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ കാവേരിയായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയാണ്? INS സുമേധയും INS തേജും. INS സുമേധയും INS തേജും. ഓക്കെ, അടുത്ത മംഗോളിയയിലെ ആദ്യ എണ്ണ ശുദ്ധീകരണശാലയുടെ നിർമ്മാണത്തിൽ സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ആണ്. ഏതാണ്? മംഗോളിയയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല, അതിന്റെ നിർമ്മാണത്തിൽ സഹായിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ ആണ്. ഓക്കെ, ഇത് 2023 ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഒലിവർ ഡൗഡൻ. ആരാണ്? ഒലിവർ ഡൗഡൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ എന്താ പഠിച്ചത്? ഓപ്പറേഷൻ കാവേരിയെ പറ്റി പഠിച്ചു. സുഡാനിലേക്കുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പഠിച്ചു. പിന്നെ എന്നാണ് അധികാരം പിടിച്ചെടുത്ത്? 2021 ഒക്ടോബറിലാണെന്ന് പഠിച്ചു. ഏതൊക്കെ കപ്പലുകളാണ്? ഏതൊക്കെ നാവികസേന കപ്പലുകളാണ്? INS സുമേധ, INS തേജ്. ഓക്കെ, ഇനി അടുത്ത മംഗോളിയയിൽ ഇന്ത്യ എന്താണ്? അവിടുത്തെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല തുടങ്ങുന്നു. അതിന്റെ സഹായിക്കുന്ന രാജ്യം ഇപ്പൊ ഏതാണ്? ഇന്ത്യ ആണ്. ഓക്കെ, 2023 ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത ആരെയാണ്? ഒലിവർ ഡൗഡൻ ആണ്. ഓക്കെ, അടുത്ത ആരുടെ രാജിക്ക് പിന്നാലെയാണ് ഒലിവർ ഡൗഡന്റെ നിയമനം എന്ന് വെച്ചാൽ ഡൊമിനിക് റാബ്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഇത് എന്തായാലും പഠിച്ചു വെച്ചേക്കാം. അടുത്ത എന്താണ്? 2023 അന്തരിച്ച അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ ആരാണ്? വിർജീനിയ നോർവുഡ്. വിർജീനിയ നോർവുഡ് പഠിച്ചു വെച്ചേക്കാം. 2023 അന്തരിച്ച അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ ആരാണ്? വിർജീനിയ നോർവുഡ്. ഓക്കെ, അടുത്ത എന്താണ്? ഏത് കമ്മ്യൂണിക്കേഷൻ ഉപകരണം പുറത്തിറക്കിയതിന്റെ 50ാം വാർഷികമാണ് 2023 ആഘോഷിച്ചത്? ഏത് കമ്മ്യൂണിക്കേഷൻ ഉപകരണം പുറത്തിറക്കിയതിന്റെ 50ാം വാർഷികമാണ് 2023 ആഘോഷിച്ചതെന്ന് വെച്ചാൽ ഏതിന്റെയാണ്? മൊബൈൽ ഫോണിന്റെ ആണ്. അപ്പൊ മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ്. മാർട്ടിൻ കൂപ്പർ എന്ന US ഗവേഷകനാണ് ഇതിന്റെ പിന്നിൽ. അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതിയായ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ അംഗമായ മലയാളി ആരാണ്? അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി, അതിന്റെ പേരെന്താണ്? പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. പറഞ്ഞു പഠിച്ചോ?
പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. അതിൽ അംഗമായ മലയാളി ആരാണ്? ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ. ആരാണ്? ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ. അടുത്ത എന്താണ്? ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ്? നമ്മൾ പഠിച്ചതാണ് സുൽത്താൻ അൽ നഹ്യാദി. ആരാണ്? സുൽത്താൻ അൽ നയാദി അല്ലെങ്കിൽ നഹ്യാദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സുൽത്താൻ അൽ നയാദി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഉപകരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അതിന്റെ 50-ാം വാർഷികം ഇപ്പൊ 2023 ആഘോഷിച്ചു. ഏത് ഉപകരണമാണ്? മൊബൈൽ ഫോൺ ആണ്. മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ആരാണ്? മാർട്ടിൻ കൂപ്പർ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ നമ്മൾ പറഞ്ഞ? അന്താരാഷ്ട്ര തലത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കോടതി, അതിന്റെ പേരെന്തെന്നാ പറഞ്ഞത്? പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഓക്കെ, അപ്പൊ അതിൽ അംഗമായ മലയാളിയെ പഠിച്ചു. ആരാണ് മലയാളി? KS രാധാകൃഷ്ണൻ. ആരാണ്? KS രാധാകൃഷ്ണൻ. കൂടെ പറഞ്ഞു പഠിക്കുക. ഓക്കെ, അടുത്ത എന്താണ്? ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നയാദി. ആരാണ്? സുൽത്താൻ അൽ നയാദി. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ ആണ്. ഏതാണ്? ഇന്ത്യ ആണ്. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142.86 ആണ്. പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ജോഗ്രഫിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പൊ ഏതാണ്? ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142.86 ആണ്. പഠിച്ചു വെച്ചേക്കുക. കനത്ത മഴ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഫെംഗ്യൂൺ 3G. ഏതാണ്? ഫെംഗ്യൂൺ 3G. അപ്പൊ ഫെംഗ്യൂൺ 3G ഏത് രാജ്യത്തിന്റെ ഉപഗ്രഹമാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ചൈനയുടെ ഉപഗ്രഹമാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? കനത്ത മഴയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപഗ്രഹമാണ് ഫെംഗ്യൂൺ 3G. ആരുടെയാണ്? ചൈനയുടെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് ആര്? നമ്മുടെ PSCയുടെ ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു പുസ്തകത്തിന്റെ പേര് ചോദിക്കും അല്ലെ? ഒരു പുസ്തകത്തിന്റെ പേര് എവിടുന്നെങ്കിലും എടുത്ത് ചോദിക്കും. അത് മസ്റ്റ് ആണ്. എപ്പോഴല്ല ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. മിക്ക എക്സാംസിലും ഇത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്ക. ബുക്കും ഓതേഴ്സും PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടെ ബുക്കാണ്? റസ്കിൻ ബോണ്ട്. ആരുടെയാണ്? റസ്കിൻ ബോണ്ടിന്റെ പുസ്തകമാണ് ദ ഗോൾഡൻ ഇയേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? സുൽത്താൻ അൽ നയാദി ഏത് രാജ്യക്കാരനാണ്? നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? അറബ് സഞ്ചാരി നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ ഏത് അറബ് രാജ്യമാണ്? സൗദി അറേബ്യ. എവിടെയാണ്? സൗദി അറേബ്യ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്? ചൈനയെ പിന്തള്ളി നമ്മുടെ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തി. എന്തിന്റെ കാര്യത്തിലാണ്? ജനസംഖ്യയുടെ കാര്യത്തിലാണ്. എവിടെയാണ്? ജനസംഖ്യയുടെ കാര്യത്തിലാണ് ചൈനയെ പിന്തള്ളി ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തിയത്. പിന്നെ എത്രയാന്ന് പറഞ്ഞു? 142.86 ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ പറഞ്ഞത്? കനത്ത മഴയെ നിരീക്ഷിക്കാനായിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഫെംഗ്യൂൺ 3G ആണ്. ഓക്കെ, ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ? അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? ദ ഗോൾഡൻ ഇയേഴ്സ് ആരുടെ ബുക്കാണ്? ആരുടെയാണ്? റസ്കിൻ ബോണ്ടിന്റെ പുസ്തകമാണ് ദ ഗോൾഡൻ ഇയേഴ്സ്. അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? സുൽത്താൻ അൽ നയാദി. അദ്ദേഹത്തിന്റെ രാജ്യം സൗദി അറേബ്യ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം. എന്താണ്? 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം എന്ന് വിശേഷിക്കപ്പെട്ട കൃതി ഏതാണ്? ദ ഗോൾഡൻ ഇയേഴ്സ് ആണ്. ഗോൾഡൻ ഇയേഴ്സ് ആരെന്നാ നമ്മൾ പറഞ്ഞത്? റസ്കിൻ ബോണ്ടിന്റെ പുസ്തകമാണ്. റസ്കിൻ ബോണ്ട് എഴുതിയ ദ ഗോൾഡൻ ഇയേഴ്സിന്റെ വിശേഷണം എന്താണ് വിശേഷണം? 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ അടങ്ങിയ പുസ്തകം എന്നാണ് ആ ബുക്കിന്റെ വിശേഷണം. ഓക്കെ അല്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 2023 ഏപ്രിലിൽ അന്തരിച്ച ആഫ്രോ അമേരിക്കൻ ഗായകനും നടനും പൗരാവകാശ പ്രവർത്തകനുമായ വ്യക്തി ആരാണ്? ഹാരി ബെലഫോണ്ട. ഹാരി ബെലഫോണ്ടയാണ് നമ്മുടെ ആഫ്രോ അമേരിക്കൻ ഗായകനും നടനും പൗരാവകാശ പ്രവർത്തകനുമായിട്ടുള്ള വ്യക്തി. ഓക്കെ അല്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത്? എന്താണ്? ബിഗ്
ക്യാച്ച് അപ്പ് എന്ന എന്താണ് ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ച സംഘടന ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ലോകാരോഗ്യ സംഘടനയുടെ ഇനിഷ്യേറ്റീവ് ആണ് ബിഗ് ക്യാച്ചപ്പ്. ഓക്കെ, എന്താണ് ബിഗ് ക്യാച്ചപ്പ്? അടുത്ത എന്താണ്? 2023 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. 2023 പഠിച്ചു വെച്ചേക്കുക. 2023 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഓക്കെ, 2023 75-ാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനമാണ് ലോകാരോഗ്യ സംഘടന. നമ്മൾ ഈ വർഷം നമ്മൾ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നുണ്ട്, അതും 75-ാമത്തെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 2023 75-ാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം ഏതാണ്? അതും ലോകാരോഗ്യ സംഘടനയാണ്. ഓക്കെ, അടുത്ത ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. എന്താണ്? എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ബഹിരാകാശത്ത് പോയ ആദ്യത്തെ അറബ് പൗരൻ ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, സുൽത്താൻ അൽ നയാദിയാണ്. 2023 പരാഗ്വേ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്. പരാഗ്വേയുടെ പ്രസിഡന്റ് 2023 പരാഗ്വേയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സാന്റിയാഗോ പെന. ആരാണ്? സാന്റിയാഗോ പെന. പരാഗോ കണക്ട് ചെയ്യാൻ പറ്റൂലേ? പെന പരാഗോ. അങ്ങനെ പേനക്കകത്ത് പരാഗണം നടത്തി എന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പെന പരാഗോ. ഓക്കെ, അടുത്ത എന്താണ്? 2023 ലെയ്പ്സിഗ് ബുക്ക് പ്രൈസ് ലഭിച്ച അമേരിക്കൻ ജേർണലിസ്റ്റ് ആരാണ്? 2023 ലെയ്പ്സിഗ് ബുക്ക് പ്രൈസ് ലഭിച്ച അമേരിക്കൻ ജേർണലിസ്റ്റ് ആരാണ്? മരിയ സ്റ്റെപ്പനോവ. ആരാണ്? മരിയ സ്റ്റെപ്പനോവ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ്? പരാഗ്വേയുടെ പ്രസിഡന്റ് ആരാണ്? സാന്റിയാഗോ പെന. എന്താണ്? സാന്റിയാഗോ പെന. പരാഗോ. ഓക്കെ, ഏതിലാണ്? പേനയിൽ പരാഗണം എന്ന് പഠിച്ചു വെക്കുക. പെന. സാന്റിയാഗോ പെന പരാഗോ. ഓക്കെ, പരാഗോയുടെ പ്രസിഡന്റ്. അടുത്ത എന്താണ്? ലെയ്പ്സിഗ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മരിയ സ്റ്റെപ്പനോവ. ആരാണ്? മരിയ സ്റ്റെപ്പനോവ. ഓക്കെ, അടുത്തത് US പ്രസിഡന്റിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവായിട്ട് നിയമിച്ച ഇന്ത്യൻ വംശജനാരാണ്? US പ്രസിഡന്റിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് ആരാണ്? നീരാ ടണ്ടൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. US പ്രസിഡന്റിന്റെ ആഭ്യന്തര ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യൻ വംശജയായിട്ടുള്ള നീരാ ടണ്ടൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത 2023 ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഏത് രാജ്യത്താണ്? മൗറീഷ്യസിലാണ്. എവിടെയാണ്? മൗറീഷ്യസിലാണ്. നമ്മൾ തൊട്ടു മുന്നേ എന്താ പഠിച്ചത്? ഇന്ത്യ മംഗോളിയയില് എണ്ണ ശുദ്ധീകരണശാല അത് നിർമ്മിക്കാൻ സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പഠിച്ചു വെച്ചേക്കുക. ഇത് മൗറീഷ്യസ്, അത് മംഗോളിയ. ഓക്കെ, കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്ത റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നോർവേ. ഒരു വഴിയില്ല. എന്താണ്? ബോർഡർ അല്ലേ, വിത്തൗട്ട് ബോർഡർ എന്നല്ലേ പറഞ്ഞേക്കുന്ന? വിത്തൗട്ട് ബോർഡേഴ്സ്. അപ്പം ബോർഡർ ഇല്ലെങ്കിൽ വഴിയില്ല എന്ന് ആലോചിച്ച് വെക്കുക. നോർവേ. ഓക്കെ, അപ്പൊ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് 2023 പുറത്തുവിട്ട ലോക മാധ്യമ സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് നോർവേ ആണ്. 2-ാം സ്ഥാനത്ത് അയർലൻഡ് ആണ്. രണ്ടാമത് അയലത്തല്ലേ നോക്കുന്നത്? ബോർഡറിന്റെ അപ്പുറത്ത് അയലല്ലേ നമ്മുടെ. അപ്പൊ അയർലൻഡ്. 3-ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. 3-ാം സ്ഥാനത്ത് എന്താണ്? ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 161. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത എന്താണ്? ലൂപെക്സ് എന്ന ചന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. എന്താണ്? ലൂപെക്സ് എന്ന ചന്ദ്ര ദൗത്യം. അപ്പൊ ലൂപെക്സ് എന്ന് പറയുന്ന ദൗത്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. അപ്പൊ ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള പദ്ധതിയാണ് ലൂപെക്സ്. ഓക്കെ, അപ്പൊ ലൂപെക്സ് എന്തിനുള്ളതാണ്? ചന്ദ്ര ദൗത്യമാണ്. പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ലൂപെക്സ് എന്ന ചാന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ആരാണ്? ജപ്പാനാണ്. ഓക്കെ അല്ലേ? അടുത്ത പെൻഷൻ പ്രായ വർധനയെ തുടർന്ന് പ്രക്ഷോഭം നടക്കുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ്. പെൻഷൻ പ്രായ വർധനയെ തുടർന്ന് പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. അടുത്ത പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി
ഇടപെടാൻ വേണ്ടിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സാ പദ്ധതിയുടെ പേര് ഈ മോട്ടീവ്. എന്താണ് ഈ മോട്ടീവ്? അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ലോകാരോഗ്യ സംഘടനയെ പറ്റി പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെയാണ്? ബിഗ് ക്യാച്ചപ്പ്. ബിഗ് ക്യാച്ചപ്പ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ആരുടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെയാണ്. അപ്പം എന്താണ് ബിഗ് ക്യാച്ചപ്പ്? ഏത് സംഘടനയുടെ ആണെന്ന് ചോദിക്കാം, പഠിച്ചു വെച്ചേക്ക. ഏതാണ്? ലോകാരോഗ്യ സംഘടന. പിന്നെന്താ പറഞ്ഞത് നമ്മൾ? ലോകാരോഗ്യ സംഘടനയുടെ എന്താണ് 2023 75-ാം വാർഷികം ആഘോഷിച്ചു അല്ലെ. 2023 75-ാം വാർഷികം ആഘോഷിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. ഇപ്പൊ എന്താ പഠിച്ചത്? പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെടാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? ഈ മോട്ടീവ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 2023 മെയ് മാസത്തിൽ 42ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോ. ഏതാണ്? ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോയാണ്. ഓക്കെ, അപ്പൊ 43ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ജക്കാർത്തയിലാണ്. 43ാമത്തത് ജക്കാർത്തയില്. 42ാമത്തത് 2023 മെയ് മാസത്തിൽ ആസിയാൻ എവിടെയാണ് നടന്നത്? ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോ. അപ്പൊ 43 എവിടെയാണ്? സെപ്റ്റംബറിൽ ജക്കാർത്തയില്. 43 സെപ്റ്റംബർ ജക്കാർത്ത. ഓക്കെ, 42 ആസിയാൻ എവിടെയാണ്? ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോ. 43ാമത്തെ എവിടെയാണ്? ജക്കാർത്ത. ഓക്കെ അല്ലേ? അടുത്ത 44ാം ആസിയാൻ ഉച്ചകോടി. 44ാമത്തെ എവിടെയാണ് നടക്കാൻ പോകുന്നത്? ലാവോസിലാണ്. അപ്പൊ ഇത്രയും ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കാം. ആസിയാന്റെ 42ാമത്തെ എഡിഷൻ എവിടെയാണ് നടന്നത്? ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോ. ഓക്കെ, 2023. അടുത്ത എന്താണ്? 43ാമത്തത് എവിടെ നടന്നു? ജക്കാർത്തയിൽ നടന്നു. ഓക്കെ, 44ാമത്തെ ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത്? ലാവോസിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതൊന്നുകൂടെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്താണ്? 42, 43, 44. എന്താണ്? 42, 43, 44 പഠിച്ചു വെച്ചേക്കാം. 42, 43, 44 എന്ന് ഓർഡറിൽ പഠിക്കുക. അത് കഴിഞ്ഞ് എന്താണ്? 1 കുറയ്ക്കുമ്പോൾ 3 അല്ലേ? അപ്പൊ 2023, 24, 25 അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എവിടെ വെച്ച് നടന്നു എന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഈ കോഡ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ്? ബാജോയെ നമുക്ക് എടുക്കാം. ഈ ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോയിലെ ബാജോയെ എടുക്കാം. ജക്കാർത്തയിലെ കറുത്ത എടുക്കാം. ലാവോസിലെ ലൗവിനെ എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ബാജോയ്ക്ക് കറുത്തതാണ് ഇഷ്ടമെന്ന് പഠിച്ചു വെക്കുക. കറുത്തതിനോടാണ് ലവ്. കേട്ടോ? അപ്പൊ ബാജോയ്ക്ക് കറുത്തതിനോടാണ് ലവ്. അപ്പൊ എന്താണ്? ആസിയാന്റെ വേദികളാണ് നമ്മൾ പറഞ്ഞത്. ആസിയാനിലെ ബാജോയ്ക്ക് കറുത്തതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ലവ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പം ആസിയാനിലെ ബാജോ, ആസിയാൻ ഉച്ചകോടി. ബാജോയിലാണ് 42ാമത്തത് ലാബുവാൻ ബാജോ. ഒരു വാക്ക് കിട്ടിയാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ ബാജോ. ഓക്കെ, എവിടെയാണ്? അടുത്ത എന്താണ്? കറുത്തതാണ് ഇഷ്ടം. കറുത്ത ജക്കാർത്ത. ഓക്കെ, ലവ് എന്ന് പറയുമ്പോൾ ലാവോസ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട സിറ്റ്വേ പോർട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? മ്യാൻമർ ആണ്. എവിടെയാണ്? മ്യാൻമർ ആണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. സിറ്റ്വേ പോർട്ട്, സിറ്റ് ഇരിക്കാനുള്ളതാണ്. ആർക്കിരിക്കാനുള്ളതാണ്? മനുഷ്യന്മാർക്ക് ഇരിക്കാനുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മ്യാൻമർ. ഓക്കെ, മനുഷ്യന്മാർക്ക് ഇരിക്കാനുള്ളത് സിറ്റ്വേ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സിറ്റ്വേ പോർട്ട് എവിടെയാണ്? മ്യാൻമറിലാണ്. ഓക്കെ, ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് ആരുടെ രചനയാണ്? ടോം ഹാങ്സ്. നമുക്ക് ഇതും കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? മോഷൻ പിക്ചർ മാസ്റ്റർ പീസ്. ഈ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഓരോ കലാകാരന്മാരുടെ ഏറ്റവും മികച്ച പടത്തിനെയാണ് അവരെന്തെന്ന് പറയുന്നത്? മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യത്തിനെയാണ് അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. അവരതെവിടെ ഇടും? അവർ തൂക്കിയിടും. ഹാങ് ചെയ്തിടും എന്ന് പഠിച്ചു വെക്കുക. അത് അവർ എപ്പോഴും ഇവിടെ തൂക്കിയിട്ടേക്കും. അവരുടെ ഏറ്റവും മികച്ച മാസ്റ്റർ പീസ് കാണുന്ന കണക്ക് തൂക്കിയിട്ടേക്കും. അപ്പൊ എന്താണ്? ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് ആരുടെ രചനയാണ്? ഹാങ് ചെയ്തിടും എന്ന് പഠിച്ചു വെച്ചാൽ
ടോംസ് ഹാങ്സിനെ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ ആണ്. യമൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഈ കാലൻ എന്നൊക്കെ അല്ലേ പറയുന്ന യമൻ. അപ്പൊ യമൻ വന്ന പോക്ക എന്നാലോചിക്കുക. അപ്പൊ മോക്ക കിട്ടും. ഓക്കെ, മോക്ക ചുഴലിക്കാറ്റ് ആരാണ് പേര് നൽകിയത്? യമനാണ് പേര് നൽകിയത്. 2023 മെയ് മാസത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലാണ് മോക്ക നാശം വിതച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ 2023 മെയ്യിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? മോക്കയാണ്. ഇങ്ങനെയായിരിക്കും ചോദ്യം വരാൻ സാധ്യത കേട്ടോ. 2023 മെയ് മാസത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? മോക്കയാണ്. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. മോക്ക വന്ന പോക്ക ആരാണ് പോകുന്നത്? യമൻ വന്ന പോക്ക അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ മോക്ക യമൻ. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാൾസ് മൂന്നാമന്റെ കിരീടധാരണ ചടങ്ങിനെ പറ്റിയാണ്. ചാൾസ് മൂന്നാമൻ ആർക്ക് പകരം വന്നതാണ്? നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് വന്നതാണ് നമ്മുടെ ചാൾസ് മൂന്നാമൻ. ഈ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ കിരീടധാരണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാനായിട്ട് പങ്കെടുത്തത് ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകർ ആണ് പങ്കെടുത്തത്. ഓക്കെ, 76ാമത് കാൻ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? 76ാമത് കാൻ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? ജീൻ ഡു ബാരി. ജീൻ ഡു ബാരി ആണ്. ജീൻ ഡു ബാരി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നമുക്ക് ഒന്നുകൂടെ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. യമനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഏത് ചുഴലിക്കാറ്റിനെയാണ് പഠിച്ചത്? യമൻ വന്ന പോക്ക എന്ന് ആലോചിക്കുക. പോക്ക വന്ന മോക്ക കിട്ടും. ഓക്കെ, അപ്പം യമൻ പേരിട്ടത് ഏത് ചുഴലിക്കാറ്റിനാണ്? മോക്ക ചുഴലിക്കാറ്റിനാണ്. എവിടെയാണ് വീശിയത്? എവിടെയാണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലാണ് അല്ലെ? ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലാണെങ്കിൽ അവിടെ ഏത് കടലായിരിക്കും? ബംഗാൾ ഉൾക്കടലല്ലേ? അപ്പൊ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക ചുഴലിക്കാറ്റ്. പേരിട്ടത് യമനാണ്. നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലാണ് ഇത് നാശം വിതച്ചത്. ഓക്കെ അല്ലേ? പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ചാൾസ് മൂന്നാമന്റെ കിരീടധാരണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? 76ാമത്തെ കാൻ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? ജീൻ ഡു ബാരി. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് നോക്കാം. എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോഹു. എന്താണ്? ലോഗോഹു. ഓക്കെ, അപ്പം ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോഹു സമ്മാനിച്ച രാജ്യം ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. പാപ്പുവ ന്യൂഗിനിയ. ഓക്കെ, അടുത്ത 2023 മെയ്യില് ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഫിജിയുടെ പ്രധാനമന്ത്രി ആര്? സിദിവെനി റബൂക്ക. ആരാണ്? സിദിവെനി റബൂക്ക. അപ്പം ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലൊഗോഹു പഠിച്ചു വെച്ചേക്ക. ലൊഗോഹു ആണെങ്കിൽ ഏതാണ്? പാപ്പുവ ന്യൂഗിനിയാണ്. ഇനി കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ആണെങ്കിൽ ഫിജി ആണ് കൊടുത്തത്. ഫിജിയിലെ പ്രധാനമന്ത്രി ആരാണ്? സിദിവെനി റബൂക്ക. സിദിവെനി റബൂക്ക. ഓക്കെ, അടുത്ത എന്താണ്? പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഔദ്യോഗിക ഭാഷ? ടോക് പിസിൻ. ടോക് പിസിൻ. ആ ടോക് പിസിനിൽ പുറത്തിറക്കിയ ഇന്ത്യൻ ഗ്രന്ഥം തിരുക്കുറലാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്ക. പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷ ടോക് പിസിനിൽ. ടോക് പിസിൻ. ഓക്കെ, ആ ടോക് പിസിനിൽ പുറത്തിറക്കിയ ഇന്ത്യൻ ഗ്രന്ഥം തിരുക്കുറൽ. തിരുക്കുറൽ. ഓക്കെ, അടുത്ത ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ്സ് കോ ഓപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയായ പസഫിക് നഗരം ഏതാണ്? ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ്സ് കോർപ്പറേഷൻ. ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ്സ് കോർപ്പറേഷൻ. അതിന്റെ ഉച്ചകോടിയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചകോടിക്ക് വേദിയായ പസഫിക് നഗരം ഏതാണ്? പോർട്ട് മോഴ്സ്ബേ. പോർട്ട് മോഴ്സ്ബേ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പറയാം. നമ്മൾ കമ്പാനിയൻ ഓഫ് കാര്യം പറഞ്ഞു. ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോഹു എവിടത്തെയാണ്?
പാപ്പുവ ന്യൂഗിനിയയിലെയാണ്. ഓക്കെ, അപ്പോൾ പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് നമ്മൾ പറഞ്ഞത്? ടോക് പിസിൻ. ഏതാണ്? ടോക് പിസിൻ. ഓക്കെ, ആ ടോക് പിസിനിൽ പുറത്തിറക്കിയ എന്താണ് ഇന്ത്യൻ ഗ്രന്ഥം പറഞ്ഞു അല്ലേ? ഏതാണത്? തിരുക്കുറലാണ്. പഠിച്ചു വെച്ചേക്കുക, തിരുക്കുറൽ. അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ്സ് കോർപ്പറേഷനിൽ അതിന്റെ ഉച്ചകോടിയാണ് ചോദിച്ചത്. ഉച്ചകോടി നടന്നത് എവിടെയാണ്? പോർട്ട് മോഴ്സ്ബേ. എവിടെയാണ്? പസഫിക് നഗരമായ പോർട്ട് മോഴ്സ്ബേ ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഫിജിയുടെ പ്രധാനമന്ത്രിയെ പറഞ്ഞു. ഫിജിയുടെ പ്രധാനമന്ത്രി ആരാണ്? സതിവെനി റബൂക്ക. എന്താണ്? സതിവെനി അല്ലെങ്കിൽ സിദിവെനി റബൂക്ക. റബൂക്ക എന്ന് പഠിച്ചേക്കുക. നമ്മൾ റബേക്ക ഉണ്ടല്ലേ, അത് വെച്ച് കണക്ട് ചെയ്യിക്കുക. സിദിവെനി റബൂക്ക. ഓക്കെ അല്ലേ? അടുത്തത് 2023 മെയ് മാസത്തിൽ അന്തരിച്ച ഐറിഷ് ചലച്ചിത്ര നടൻ ആരാണ്? റേ സ്റ്റീവൻസൺ. ആരാണ്? റേ സ്റ്റീവൻസൺ. അടുത്തിടെ അന്തരിച്ച റേ സ്റ്റീവൻസൺ ഏത് രാജ്യക്കാരനാണ്? അയർലൻഡുകാരനാണ് അല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന്റെ പുതിയ പേര്. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആ, നോക്കി വെച്ച്. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന്റെ പുതിയ പേരാണ് ലിറ്റിൽ ഇന്ത്യ. ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ലിറ്റിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലിറ്റിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിലാണ്. തിരിച്ചു ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കുക. തിരിച്ചു ചോദിച്ചാലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ലിറ്റിൽ ഇന്ത്യ അതെവിടെയാണ്? അറിയത്തില്ല അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ലിറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിലാണ്. ഓക്കെ, അടുത്ത 2023 സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം. സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ എവിടെ സ്ഥാപിച്ചു? ബ്രിട്ടനിൽ സ്ഥാപിച്ചു. പഠിച്ചു വെച്ചേക്ക. ഇതും ഹിസ്റ്ററിക്കകത്ത് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ എവിടെയാണ് വന്നത്? ബ്രിട്ടനിലാണ്. ലിറ്റിൽ ഇന്ത്യ എവിടെയാണ്? ലിറ്റിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, ഇനി അടുത്തത് 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. 2025 പ്രത്യേക ടൂറിസം വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് നേപ്പാളാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? റേ സ്റ്റീവൻസൺ. ആരാണ് റേ സ്റ്റീവൻസൺ? ഐറിഷ് ചലച്ചിത്ര നടനാണ്. അടുത്ത എന്താണ്? ലിറ്റിൽ ഇന്ത്യ. എന്താണ് ലിറ്റിൽ ഇന്ത്യ? അതൊരു പാർക്കാണ്, ഹാരിസ് പാർക്ക്. ഹാരിസ് പാർക്കിന്റെ പുതിയ പേരാണ് ലിറ്റിൽ ഇന്ത്യ. ഓസ്ട്രേലിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത എന്താണ്? സിസ്റ്റർ നിവേദിതയുടെ പ്രതിമ എവിടെയാണ്? ബ്രിട്ടനിലാണ്. അടുത്ത എന്താണ്? പ്രത്യേക ടൂറിസം വർഷമായിട്ട് 2025 ആഘോഷിക്കാൻ തീരുമാനിച്ച ആരാണ്? നേപ്പാളാണ്. ഓക്കെ അല്ലേ? അടുത്തത് 2024 ക്വാഡ് ഉച്ചകോടി. ക്വാഡ് ഉച്ചകോടി എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ G20 ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം G20 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഉച്ചകോടി വീണ്ടും ഇന്ത്യ വരാൻ പോകുന്ന വേദിയായിട്ട്. അപ്പം ഉച്ചകോടിയൊക്കെ ഇവിടെ വെച്ച് വരുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് നമ്മുടെ സമ്മിറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക്, നാറ്റോ, എന്താണ് G20, G7, ഇത് കണക്കുള്ള കോഡ് ഉച്ചകോടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് തന്നെ എടുത്തു വെച്ച് പഠിക്കുക കേട്ടോ. വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം 2024 കോഡ് ഉച്ചകോടി എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കോഡിന്റെ പൂർണ്ണരൂപം കോർഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. എന്താണ്? കോർഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നാണ് കോഡിന്റെ പൂർണ്ണരൂപം. കോഡിലെ അംഗരാജ്യങ്ങളെ പഠിച്ചു വെച്ചേക്കുക. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എന്താന്ന് പഠിച്ചു വെച്ചേക്കുക? ജപ്പാനിൽ യുഎസിലെ പാൻ എന്ന് പഠിച്ചു വെക്കുക. ജപ്പാന് US കണക്ട് ചെയ്ത് വെക്കുക. US പാൻ. ഓക്കെ, US പാൻ ഇന്ത്യക്ക് ഓസിന് കൊടുത്തു എന്ന് പഠിക്കുക. US പാൻ ഇന്ത്യക്ക് ഓസിന് കൊടുത്തു. എന്താണ് നമ്മുടെ കോഡ്? US പാൻ ഇന്ത്യക്ക് ഓസിന് കൊടുത്തു. ഇനി നമുക്ക് ഡീകോഡ് ചെയ്യാം. US പാൻ, US എന്ന് പറഞ്ഞാൽ USA, പാൻ എന്ന് പറയുമ്പോൾ ജപ്പാൻ കിട്ടുക. പാൻ എന്ന് എവിടെ പറഞ്ഞാലും ജപ്പാനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ US പാൻ നമുക്ക് കിട്ടിയല്ലോ. ഓസിന് കൊടുത്തു. ഓസ്ട്രേലിയ. ഓസിന് ആർക്ക് കൊടുത്തു? ഇന്ത്യക്ക് കൊടുത്തു. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ കിട്ടി. കൊടുത്തുൽ നിന്ന് കോഡ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് കോഡിലെ അംഗരാജ്യങ്ങൾ? US പാൻ ഓസിന് ഇന്ത്യക്ക് കൊടുത്തു. എന്താണ്? US പാൻ ഓസിന് ഇന്ത്യക്ക് കൊടുത്തു. കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ അടുത്തൊരു കോഡും സെറ്റ് ആയിട്ടുണ്ട്. ഇതും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉച്ചകോടികളും വേദികളും എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനിയുള്ള PSC എക്സാംസിന് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.